ഇന്ന് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് റിഗ്രഷൻ അനാലിസിസ് എന്ന ചാപ്റ്റർ ആണ്. അപ്പം കമന്റ് ബോക്സിൽ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, റിഗ്രഷൻ അനാലിസിസ് എടുത്തു തരുമോ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം കുറേശ്ശെയായിട്ട് ഓരോ ദിവസമായിട്ട് ക്ലാസ് ഇടാം. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ്, അതായത് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് ആണ് എടുക്കാൻ പോകുന്നത്. അതിനകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് രണ്ട് ഇക്വേഷൻ ഉണ്ട്. അതായത് അണ്ടർ ദിസ് മെത്തേഡ് ദി ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് ഫോർ y ഓൺ എക്സും ഉണ്ട്, അതേപോലെ തന്നെ x ഓൺ വൈയും ഉണ്ട്. രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം y ഈസ് ഈക്വൽ ടു a പ്ലസ് ബി എക്സ് എന്ന് പറഞ്ഞാൽ y ഓൺ എക്സിന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ ശ്രദ്ധിച്ചാൽ മതി, y ഓൺ എക്സ് എന്ന് പറയുമ്പോൾ y ഈസ് ഈക്വൽ ടു എന്നായിരിക്കും ഇക്വേഷൻ വരുന്നത്. അപ്പോൾ y ഈസ് ഈക്വൽ ടു a പ്ലസ് ബി എക്സ്. ദെൻ x ഓൺ y ആകുമ്പം ഇക്വേഷൻ എന്ന് പറയുന്നത് x ഈസ് ഈക്വൽ ടു a പ്ലസ് ബി വൈയും ആയിരിക്കും. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ഈ എയും ബിയും ടു കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. ആ വാല്യൂസ് നമുക്ക് സോൾവ് ചെയ്ത് എടുത്തിട്ട് ഇവിടെ ഇട്ട് കൊടുക്കണം. അന്നേരമാണ് കറക്റ്റായിട്ട് ആ ഒരു ഇക്വേഷനായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ ആദ്യം സോൾവ് ചെയ്യാൻ വേണ്ടി ഈ ഇക്വേഷനെ ആദ്യം ഒരു സിഗ്മ കൊണ്ട് മൊത്തത്തിൽ ഇൻറ്റു ചെയ്യണം. അപ്പം സിഗ്മ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പം എന്താണ് കിട്ടുന്നത്? സിഗ്മ വൈ ഈസ് ഈക്വൽ ടു എ സിഗ്മ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എൻ എന്ന് കിട്ടും. എൻ എ പ്ലസ് ബി കോൺസ്റ്റന്റ് ആണ്, ബാക്കി എക്സിന്റെ കൂടെ സിഗ്മ. അപ്പൊ സിഗ്മ വൈ ഈസ് ഈക്വൽ ടു എൻ എ പ്ലസ് ബി സിഗ്മ എക്സ് എന്ന് കിട്ടും. ഇനിയും അടുത്തത് ഈ വൈയെ സിഗ്മ എക്സും കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ ഇക്വേഷൻ എന്ത് കിട്ടും? സിഗ്മ എക്സ് വൈ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ദെൻ സിഗ്മ എക്സ് പ്ലസ് ബി സിഗ്മ എക്സ് കൊണ്ടാണ് ഇൻറ്റു ചെയ്യുന്നത്. ഓൾറെഡി അവിടെ ഒരു എക്സ് ഉണ്ട്. അപ്പം ബി സിഗ്മ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ ഇത് രണ്ടെണ്ണമാണ് ഇക്വേഷൻ 1 and 2. കറസ്പോണ്ടിങ് എക്സ് ഓൺ വൈക്കും എന്ത് ചെയ്യണം? സിഗ്മ കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു എൻ എ പ്ലസ് ബി സിഗ്മ വൈ ദെൻ സിഗ്മ വൈ കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ സിഗ്മ എക്സ് വൈ ഈസ് ഈക്വൽ ടു എ സിഗ്മ വൈ പ്ലസ് ബി സിഗ്മ വൈ സ്ക്വയർ. അപ്പം ഈ ഇക്വേഷൻസ് വെച്ചാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ, ഒബ്റ്റെയിൻ ദി ടു റിഗ്രഷൻ ലൈൻ ഫോർ ദി ഡേറ്റ ഗിവൺ ബിലോ യൂസിംഗ് ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. വാല്യൂസ് തന്നിട്ടുണ്ട്, കുറച്ച് എക്സിന്റെ വാല്യൂസ് ഉണ്ട്. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 5, 10, 15, 20 and 25 and y is equal to 20, 40, 30, 60 and 50. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കോളം വരയ്ക്കണം. അതിനകത്ത് എക്സിന്റെ വാല്യൂസ്, വൈയുടെ വാല്യൂസ്, പിന്നെ എക്സ് സ്ക്വയറിന്റെ വാല്യൂസ്, വൈ സ്ക്വയറിന്റെ വാല്യൂസ്, പിന്നെ എക്സും വൈയും, അത്രയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് പ്രോബ്ലം എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസ് താഴോട്ട് എടുത്തെഴുതുവാണ്. ദാറ്റ് ഈസ് 5, 10, 15, 20 and 25. ദെൻ വൈയുടെ വാല്യൂ 20, 40, 30, 60 and 50. ദെൻ എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 25. 10ന്റെ സ്ക്വയർ 100, 15ന്റെ സ്ക്വയർ 225, 20യുടെ സ്ക്വയർ 400, 25യുടെ സ്ക്വയർ 625. ദെൻ വൈ സ്ക്വയർ. 20യുടെ സ്ക്വയർ 400, ദാറ്റ് ഈസ് 20 into 20. 40യുടെ സ്ക്വയർ 1600, 30യുടെ സ്ക്വയർ 900, 600ന്റെ സ്ക്വയർ 3600, 50യുടെ സ്ക്വയർ 2500. ദെൻ എക്സും വൈയും കൂടി ഇൻറ്റു ചെയ്യണം. 5 into 20 is equal to 100, 10 into 40 is 400, 15 into 30 is 450, 20 into 60 is 1200, then 25 into 50 is 1250. ഇനി നമ്മൾ ചെയ്യേണ്ടത് എല്ലാത്തിൻ്റെയും സമ്മ് കണ്ടുപിടിക്കണം. അതായത് ഹിയർ സിഗ്മ എക്സ് വൈ ഈസ് ഈക്വൽ ടു 3400,
സിഗ്മ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9000. ആഡ് ചെയ്യുമ്പോൾ 9000 കിട്ടും. അടുത്ത സിഗ്മ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1375. Here sigma y is equal to 200. Sigma x is equal to 75. അപ്പോൾ നിങ്ങളൊന്ന് എടുത്തെഴുതണം. സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു 75, സിഗ്മ വൈ ഈസ് ഈക്വൽ ടു 200, സിഗ്മ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1375, സിഗ്മ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 9000, സിഗ്മ എക്സ് വൈ ഈസ് ഈക്വൽ ടു 3400. അപ്പോൾ ഇനിയും നമ്മൾ ആദ്യം റിഗ്രഷൻ ലൈൻ ഓഫ് y on x കണ്ടുപിടിക്കാൻ പോവാണ്. റിഗ്രഷൻ ലൈൻ ഓഫ് y on x. റിഗ്രഷൻ ലൈൻ ഓഫ് y on x. അപ്പോൾ നമുക്കറിയാം y on x ന്റെ ഇക്വേഷൻ ആണ് y is equal to a plus bx. ഇനി നമുക്ക് അതിൽ നിന്ന് കിട്ടിയ ഇക്വേഷൻ അല്ലെ, രണ്ട് ഇക്വേഷൻ വെച്ചാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ആ സ്ഥാനത്തെല്ലാം നമ്മൾ കണ്ടുപിടിച്ചേക്കുന്ന വാല്യൂസ് ഇട്ട് കൊടുക്കണം. അപ്പൊ ആദ്യം സിഗ്മ വൈ ഇസ് ഈക്വൽ ടു എൻ എ പ്ലസ് ബി സിഗ്മ എക്സ് ആണ് അല്ലെ. ഒന്നുകൂടി എടുത്തെഴുതാം. സിഗ്മ വൈ ഇസ് ഈക്വൽ ടു എൻ എ പ്ലസ് ബി സിഗ്മ എക്സ്. അടുത്തത് സിഗ്മ എക്സ് വൈ ഇസ് ഈക്വൽ ടു എ സിഗ്മ എക്സ് പ്ലസ് ബി സിഗ്മ എക്സ് സ്ക്വയർ. അപ്പൊ ഇത് നമ്മുടെ ഇക്വേഷൻ 1. ദിസ് ഈസ് ഇക്വേഷൻ 2. ഇനി ഞാൻ ഇതിനകത്തോട്ട് കിട്ടിയ വാല്യൂസ് ഇട്ട് കൊടുക്കാൻ പോവാണ്. സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ 200, ദാറ്റ് ഈസ് 200 ഈസ് ഈക്വൽ ടു എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇതിനകത്ത് എക്സിനകത്ത് എത്ര നമ്പേഴ്സ് ഉണ്ട്, വൈക്കകത്ത് എത്ര നമ്പേഴ്സ് ഉണ്ട്, 5 ഉണ്ട് അല്ലെ. അപ്പൊ എൻ ഈസ് ഈക്വൽ ടു 5, എ ഈസ് അൺനോൺ വാല്യൂ പ്ലസ് ബി സിഗ്മ എക്സ് എന്ന് പറയുന്നത് 75, അതായത് 75b എന്ന് വരും. ഇക്വേഷൻ നമ്പർ 1. സിഗ്മ എക്സ് വൈ ഈസ് 3400 ഇസ് ഈക്വൽ ടു എ അറിയത്തില്ല. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ 75, 75a പ്ലസ് സിഗ്മ എക്സ് സ്ക്വയർ 1375b. ഇക്വേഷൻ നമ്പർ 2. ഇനി ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ 1ഉം 2ഉം സോൾവ് ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് ബി ഇപ്പുറത്തോട്ട് എഴുതാം, 75b. ഇനി ഇക്വേഷൻ 1ഉം 2 എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? സോൾവ് ചെയ്യുമ്പം ഏതെങ്കിലും ഒരു ടേം, ഒന്നെങ്കിൽ എയുടെ ടേം അല്ലെങ്കിൽ ബിയുടെ ടേം ക്യാൻസലായി പോകണം. അപ്പൊ നമുക്ക് മൈനസ് ചെയ്യുമ്പം അല്ലെങ്കിൽ പ്ലസ് ചെയ്യുമ്പം ക്യാൻസലായി പോകണം. ഇവിടെ ആണെങ്കിൽ ക്യാൻസലായി പോകുന്നത് ഒന്നും പോകത്തില്ല, പക്ഷെ നമുക്ക് ഇക്വേഷൻ ചേഞ്ച് വരുത്തിയിട്ട്, അതായത് ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് ഒരേപോലെ ആക്കിയിട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ ഇവിടെ 75a ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെയും 75a ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു 15 കൊണ്ട്, ഒരു 15 × 5 എന്ന് പറയുമ്പോൾ 75 എന്ന് കിട്ടും. അപ്പൊ ഒരു 15 കൊണ്ട് ഇക്വേഷൻ 1നെ ത്രൂ ഔട്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ സൈഡിൽ കാണിക്കണം ഇക്വേഷൻ 1 × 15. അപ്പൊ ഞാൻ 200നെ 15 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പം 3000 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു 5നെ 15 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 75 എന്ന് കിട്ടും. 75a പ്ലസ് 75നെ 15 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 1125b എന്ന് കിട്ടും. അപ്പൊ ഇക്വേഷൻ 1 ഇങ്ങനെ മാറി. അപ്പൊ പുതിയ ഇക്വേഷൻ ആയതുകൊണ്ട് അതിനെ 3 എന്ന് കൊടുത്തു, ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ 2 അതേപോലെ തന്നെ എഴുതി. 3400 ഇസ് ഈക്വൽ ടു 75a പ്ലസ് 1375b. അത് ഇക്വേഷൻ 2 തന്നെ. ഇനി ഇത് സോൾവ് ചെയ്യാൻ പോവാ. ഇക്വേഷൻ 3 മൈനസ് 2 സോൾവ് ചെയ്യാൻ പോവാ. 3000 minus 3400 is minus 400. Here 75a minus 75a cancel ആയിപ്പോയി 0. ഇവിടെ 1125b minus 1375b is equal to minus 250b. ഈക്വൽ ടുന് അപ്പുറവും ഇപ്പുറവും മൈനസ് ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ആയി പോകും. ബാക്കി 400 is equal to 250b എന്ന് വരും. അതായത് 250b is equal to 400. അപ്പം b is equal to 400 divided by 250 ചെയ്യാൻ നേരം 1.6 എന്ന് കിട്ടും. അപ്പം നമുക്ക് b യുടെ വാല്യൂ കിട്ടി 1.6. ഈ b യുടെ വാല്യൂ ഇക്വേഷൻ 1ലോ 2ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ നേരം നമുക്ക് a യുടെ വാല്യൂ കിട്ടും. അപ്പം നമുക്ക് ഈ 1.6 ഇക്വേഷൻ നമ്പർ 1നകത്തോട്ട് കൊടുക്കാം. അപ്പം ഇക്വേഷൻ 1 എന്ന് പറയുന്നത് 200 is equal to 5a plus 75b ആയിരുന്നു അല്ലേ.
അപ്പോൾ 200 ഈസ് ഈക്വൽ ടു 5a പ്ലസ് 75 ഇൻറ്റു 1.6. അപ്പോൾ എന്ത് കിട്ടും? 75 ഇൻറ്റു 1.6 നോക്കാം. 75 ഇൻറ്റു 1.6 ഈസ് 120. അപ്പോൾ നമുക്ക് 200 ഈസ് ഈക്വൽ ടു 5a plus 120. Therefore, 5a is equal to 200 minus 120. 120 ഇപ്പുറത്ത് പോകുമ്പോൾ 200 minus 120, that is 80. Therefore, a is equal to 80 divided by 5, 16 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എയും കിട്ടി, ബിയും കിട്ടി. എയും ബിയും കിട്ടിയാൽ നമ്മുടെ y is equal to എന്നുള്ള ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ശരിയല്ലേ? അപ്പോൾ y is equal to എന്നുള്ള ഇക്വേഷനകത്ത് y is equal to a പ്ലസ് ബി എക്സ് ആയിരുന്നു. അപ്പം y is equal to a 16 എന്ന് കിട്ടി, b 1.6 എന്ന് കിട്ടി. അപ്പം നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കാൻ നേരം നമുക്ക് റിഗ്രഷൻ ലൈൻ ഓൺ y ഓൺ x കിട്ടും. ഇതേപോലെ തന്നെ റിഗ്രഷൻ ലൈൻ ഓഫ് x ഓൺ yയും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. അടുത്തത് റിഗ്രഷൻ ലൈൻ ഓഫ് x ഓൺ y. ഇപ്പോൾ റിഗ്രഷൻ ലൈൻ ഓഫ് x ഓൺ y എന്ന് പറയുമ്പം നമുക്കറിയാം ഇക്വേഷൻ x is equal to a plus by. ദെൻ സിഗ്മ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ സിഗ്മ x is equal to na plus b സിഗ്മ y, ഇക്വേഷൻ നമ്പർ 1. പിന്നെ സിഗ്മ y കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ സിഗ്മ xy is equal to a സിഗ്മ y plus b സിഗ്മ y സ്ക്വയർ, ഇക്വേഷൻ നമ്പർ 2. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കിട്ടിയ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ 75 ഈസ് ഈക്വൽ ടു 5a പ്ലസ് സിഗ്മ y ഈസ് 200b, ഇക്വേഷൻ നമ്പർ 1. നെക്സ്റ്റ് സിഗ്മ എക്സ് വൈ എന്ന് പറയുന്നത് 3400 ഈസ് ഈക്വൽ ടു സിഗ്മ y 200a പ്ലസ് സിഗ്മ y സ്ക്വയർ 9000b, ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇവിടെയും ഏതെങ്കിലും ഒരു ടേം ക്യാൻസൽ ആയി പോകണം. അപ്പം ഞാൻ ഈ എയുടെ ടേം ക്യാൻസൽ ആക്കാൻ വേണ്ടി 5നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി? എയുടെ ടേം ക്യാൻസൽ ആക്കാൻ ഒരു 40 കൊണ്ട് 40 അല്ലേ, 40 ഇൻറ്റു 5 200 എന്ന് കിട്ടും. അപ്പം ഞാൻ ഇക്വേഷൻ 1നെ ത്രൂ ഔട്ട് 40 കൊണ്ട് ഇൻറ്റു ചെയ്യുവാണ്. അപ്പം ഫസ്റ്റ് 75 ഇൻറ്റു 40 ഈസ് ഈക്വൽ ടു 3000 എന്ന് കിട്ടും, is equal to 5a into 40 is 200a plus 200 into 40 is equal to 8000b എന്ന് കിട്ടും. അപ്പം ഇക്വേഷൻ നമ്പർ 1 നമ്മുടെ ചേഞ്ച് ആയി. അപ്പോൾ അത് 3യിലോട്ട് എഴുതണം. ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കണം. ബാക്കി 3400 is equal to 200a plus 9000b. അത് ഇക്വേഷൻ നമ്പർ 2 തന്നെ, അത് ചേഞ്ച് ഒന്നും ചെയ്തില്ല. ഇനി ഞാൻ ഇക്വേഷൻ 3 മൈനസ് 4 ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ മൈനസ് 400 ഇസ് ഈക്വൽ ടു, ഇത് ക്യാൻസൽ ആയിപ്പോയി, ഇവിടെ എന്ത് കിട്ടും? മൈനസ് 1000b. മൈനസും മൈനസും ക്യാൻസൽ ആയിപ്പോ അപ്പോൾ 1000b ഇസ് ഈക്വൽ ടു 400. ദെൻ b ഇസ് ഈക്വൽ ടു 400 ഡിവൈഡഡ് ബൈ 1000 ഇസ് ഈക്വൽ ടു 0.4 എന്ന് കിട്ടും. അപ്പം എനിക്ക് b ഇസ് ഈക്വൽ ടു 0.4 കിട്ടി. ഈ b ആണെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കാൻ നേരം എയുടെ വാല്യൂ കിട്ടും. അപ്പം ഞാൻ ഇക്വേഷൻ 1നകത്തോട്ട് ബിയുടെ വാല്യൂ ഇട്ട് കൊടുക്കാൻ പോവാം. 75 ഇസ് ഈക്വൽ ടു 5a പ്ലസ് 200b എന്നായിരുന്നു. ബിയുടെ സ്ഥാനത്ത് 0.4. 75 ഇസ് ഈക്വൽ ടു 5a പ്ലസ് 200 ഇൻറ്റു 0.4 ഇസ് ഈക്വൽ ടു 80. Then 5a is equal to 80 minus 75. 5a is equal to 5. Then a is equal to 1. അപ്പോൾ എനിക്ക് എയുടെ വാല്യൂ കിട്ടി, ബിയുടെ വാല്യൂ കിട്ടി. അപ്പം ഞാൻ അടുത്തത് ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുവാണ്. നമ്മുടെ അടുത്ത ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് ഈസ് ഈക്വൽ ടു അല്ലേ, എക്സ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ. എ എത്ര കിട്ടി? 1 പ്ലസ് ബി എത്ര കിട്ടിയത്? 0.4 ആൻഡ് വൈ. അപ്പം രണ്ട് ഇക്വേഷനും കിട്ടി, y ഓൺ എക്സും എക്സ് ഓൺ വൈയും. y ഓൺ എക്സ് 16 പ്ലസ് 1.6x ആൻഡ് എക്സ് ഓൺ വൈ ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 0.4y. അപ്പം ഇതാണ്
ഇങ്ങനെയാണ് റിഗ്രഷൻ ലൈൻ ഓഫ് y ഓൺ എക്സും റിഗ്രഷൻ ലൈൻ ഓഫ് x ഓൺ വൈയും സോൾവ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം. Obtain the two regression lines for the data given below using the method of least squares. എക്സും വൈയും തന്നിട്ടുണ്ട്. എക്സിന്റെ ടോട്ടല്, വൈയുടെ ടോട്ടല്, എക്സ് സ്ക്വയറിന്റെ ടോട്ടല്, വൈ സ്ക്വയറിന്റെ ടോട്ടലും എക്സ് വൈയുടെ ടോട്ടലും കണ്ടുപിടിക്കണം. പിന്നെ റിഗ്രഷൻ ലൈൻ ഓഫ് y ഓൺ എക്സിലെ രണ്ട് ഇക്വേഷനകത്തോട്ട് വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ടേം ക്യാൻസലായി പോകാൻ വേണ്ടി മൊത്തത്തിൽ ആ ഇക്വേഷനെ, അതായത് ഇവിടെ ഇപ്പോൾ 75A ആയിരുന്നു, മുകളിൽ 75A വരണമെങ്കിൽ ഒരു 15 കൊണ്ട് ഇൻറ്റു ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം ആ ഇക്വേഷനെ ത്രൂ ഔട്ട് 15 കൊണ്ട് ഇൻറ്റു ചെയ്യണം. എന്നിട്ട് ഇക്വേഷൻസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. എന്നിട്ട് സോൾവ് ചെയ്ത് എയും ബിയും കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മുടെ y ഈസ് ഈക്വൽ ടു a പ്ലസ് ബി എക്സിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈയിൽ വാല്യൂസ് എല്ലാം ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്ത് എയും ബിയും സോൾവ് ചെയ്യണം. അപ്പോൾ a ഈസ് ഈക്വൽ ടു 1 ആൻഡ് b ഈസ് ഈക്വൽ ടു 0.4 കിട്ടും. അത് നമ്മുടെ എക്സ് ഓൺ വൈ എന്ന് പറയുന്ന ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കണം. സാധാരണ നമ്മൾ റിഗ്രഷൻ അനാലിസിസ് കണ്ടുപിടിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന നോൺ വാല്യൂ വെച്ചുകൊണ്ട് അൺനോൺ വാല്യൂസ് എസ്റ്റിമേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് റിഗ്രഷൻ അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം, നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ കിട്ടുവാണെങ്കിൽ എക്സിന്റെ ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് തരുവാണ്. ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 2 വാട്ട് ഈസ് വൈ? അപ്പം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ എക്സിന്റെ സ്ഥാനത്ത്, അതായത് വാട്ട് ഈസ് വൈ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു എന്നുള്ള ഇക്വേഷനകത്ത് തന്നിരിക്കുന്ന എക്സ് കൊടുക്കാൻ നേരം നമുക്ക് വൈയുടെ ആൻസർ കിട്ടും. അതുപോലെ തന്നെ തന്നിരിക്കുന്ന നോൺ വാല്യൂ വൈക്കകത്തുനിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു എന്നുള്ള ഇക്വേഷനകത്ത് നോൺ വാല്യൂ ആയിട്ടുള്ള വൈ കൊടുക്കണം. അപ്പം നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അതിനെയാണ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് നോൺ വാല്യൂ വെച്ചുകൊണ്ട് അൺനോൺ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇനിയും ഈ ചാപ്റ്ററിനകത്ത് കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോസിൽ പറയുന്നതായിരിക്കും. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.